ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇന്നിപ്പോൾ മൂന്നര ആയപ്പോൾ ഇന്നിപ്പോൾ 3:30 ആയിട്ടോ. അപ്പോൾ പിന്നെ വേഗം എണീച്ച് അതുവരെ കുറച്ച് നേരം കടന്നു കേട്ടോ. പിന്നെ വേഗം എണീച്ച് പിന്നെ ഇത് ഗ്രീൻ പീസൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേഗട്ടെ. വേകുമ്പോഴത്തേനും അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം പിന്നെ അത് കടല വെന്തോ നോക്കിയതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ചും കൂടെ ഒന്ന് വേകട്ടെ എന്ന് പറഞ്ഞിട്ട് കുക്കറിലാണെങ്കിൽ നമുക്ക് വേഗം വെന്ത് കിട്ടും. പക്ഷേ ഞാൻ കുക്കറിൽ വെച്ചില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വിറകുണ്ട്. അപ്പോൾ പിന്നെ അടുപ്പിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുപ്പിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ നേരെ ആയി പറഞ്ഞാലൊക്കെ സമയമില്ലാത്ത സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ വേഗം പിന്നെ ഗ്യാസിൽ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. 2 ഉള്ളി വീണു കേട്ടോ. പിന്നെ ഞാൻ അതിനൊക്കെ കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഉള്ളിയൊക്കെ അതൊന്ന് നല്ല വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ തീയാണെങ്കിൽ നല്ല കത്തണുണ്ട്. സവാള കരിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തീയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ തീ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. തീ ആവശ്യമുള്ള സമയത്ത് കത്തില്ല, ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ നല്ലോണം കത്തുകയും ചെയ്യും. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 3:30 ആയിട്ട് നല്ല വെയിലാണ് കേട്ടോ അടുക്കളയ്ക്ക്. അതാണ് ഒരു എന്താ പറയുക, ഒരു വെളിച്ചമില്ലാത്ത പോലെ കേട്ടോ. പിന്നെ കറണ്ടാണെങ്കിൽ ഇടയ്ക്കിങ്ങനെ പോയിട്ടും വന്നിട്ട് ഇരിക്കണമുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ളത് എരിവ് കമ്മിയാക്കി ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കമ്മിയാക്കിയിട്ടാ. എരിവ് കമ്മിയാക്കിയതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ആ മസാലയൊക്കെ ഈ ഗ്രീൻ പീസിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നോമ്പായപ്പോൾ പിന്നെ ചോറൊന്നും വേണ്ട, അധികവും പലഹാരം മതിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പലഹാരത്തിനാകുമ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി 2 ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം 2 ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വേഗട്ടെ. അപ്പത്തിനും അതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തണം. തേങ്ങയും പെരുംജീരകവും പാടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വേഗം വെന്തതിന് ശേഷം പിന്നെ ഈ തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് തേങ്ങ കുറച്ച് അധികമാവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ ഒന്ന് കറക്റ്റാക്കി. പിന്നെ വെള്ളം പോരാ എന്ന് തോന്നിയിട്ടാണ്. നല്ല കട്ടിയായി ചാറ്. പിന്നെ കുറച്ചും കൂടെ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് പറഞ്ഞാൽ ഒന്ന് ഉടയും, പിന്നെയും കട്ടിയാകും ചാറ്. പിന്നെ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില മേലിട്ട് കൊടുത്തിട്ടാ. ഇനി തിളച്ച് വരുമ്പോൾ നല്ല മണമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകണോണ്ട് വരുന്നതുകൊണ്ട് അടുക്കളയിൽ അടുപ്പിൻ്റെ അവിടെ ഒരു ട്യൂബ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കറണ്ട് പോയുമ്പോൾ കിടുമല്ലോ. അപ്പോൾ അതാണ് ആ കാണുന്നത്. കറണ്ട് ഇല്ലെങ്കിൽ അടുപ്പിൻ്റെ അവിടേക്ക് കാണില്ല കേട്ടോ. ഒരു ഇരുട്ട് പോലെ ഉണ്ടാവും. ഈ മുക്കിൽ അടുപ്പത്ത് കാണില്ല. ഇപ്പുറത്തെ അടുപ്പിൽ കാണിച്ചാൽ കാണും. ഇപ്പുറത്തെ അടുപ്പിന് വേഗം കത്തി വരില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ലോണം കത്തുകയും ചെയ്യും. അപ്പോൾ ചാറൊക്കെ ആയിട്ടുണ്ട്. ചാറൊക്കെ ആയതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. ഇക്കാക്ക് രാത്രി ചോറ് വേണം. അപ്പോൾ രാത്രിക്കുള്ള ചോറ് പിന്നെ അത്താഴത്തിനും ആയല്ലോ. അത്താഴത്തിന് മോളൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. കുറച്ച് ചോറ് അങ്ങനെ കഴിക്കും. അതും വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാറുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. അല്ലാണ്ട് പലഹാരം ആവുന്നതും ഒഴിവാക്കും കേട്ടോ. ചിലപ്പോൾ ഇത്തിരി ചോറ് ഒരു നേരം ചോറ് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നേരം, അത് ഒരു കയ്യിൽ ചോറ് അത്രയും നമുക്ക് ആ നേരത്തെ തിന്നാനൊന്നും പറ്റൂല, ഛർദ്ദിക്കാൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചട്ടിയിലൊക്കെ വെച്ചത്. പിന്നെ അതാ പത്തിരിക്ക് മാവൊക്കെ വാട്ടിയതിന് ശേഷം പിന്നെ അതാ പരത്തിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമുക്ക് പത്തിരിക്ക് നോമ്പിന് ഇതേപോലെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് പറഞ്ഞാൽ നല്ല റാഹത്താണ് അല്ലേ. ചിലവർക്കത് നിർബന്ധമാണ്, പത്തിരി വേണം. എല്ലാ വീട്ടിലും ചിലപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും. ഇവിടെ പിന്നെ മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ പത്തിരി, നൂൽപുട്ട് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഒക്കെ പരത്തി കഴിഞ്ഞിട്ടാ. ഒക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ചുട്ടെടുക്കുകയാണ്. ആ അടുപ്പ് ചെറിയ അടുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെല്ലെ ചൂടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അടുപ്പാകുമ്പോൾ വേഗം ചൂടായി അത് നല്ലൊന്ന് പൊള്ളച്ച് വരികയും ചെയ്ത്. ഇപ്പുറത്തെ അടുപ്പ് മെല്ലെ ചൂടാകുന്നുള്ളൂ. അപ്പോൾ മെല്ലെ പൊള്ളക്കണുള്ളൂ കേട്ടോ. എന്നാലും പൊള്ളച്ച് വരുന്നൊക്കെ ഉണ്ട് പത്തിരി. പൊള്ളച്ചാല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ചിക്കനൊന്നും വാങ്ങിയില്ല. അന്ന് ഗ്രീൻ പീസ് തന്നെയല്ലേ കറി. അപ്പോൾ ചിക്കനാകുമ്പോൾ ചൂടുമാണ്. പിന്നെ നമുക്കിപ്പോൾ എപ്പോഴും ചിക്കനാകുമ്പോൾ കഴിക്കാനും ഒരു ഇതാണ് കേട്ടോ. പിന്നെ മോളിന്ന് ഇളയിച്ചി വെച്ചിട്ട് അവൾ തന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി. അപ്പോൾ പിന്നെ അത് കൂട്ടിയിട്ടൊക്കെ മോള് രാത്രി കഴിച്ചു കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ്. അവൾക്ക് എന്നാൽ അതിൻ്റെ ഗ്രേവി തന്നെ കഴിക്കുള്ളൂ കേട്ടോ. ചിക്കനൊന്നും കഴിക്കില്ല. അപ്പോൾ അതങ്ങനെ ഓരോന്ന് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടി ഇങ്ങനെ വരുമ്പോൾ പൊടി തട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. എന്നാലും ചിലപ്പോൾ അതിൽ പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ പൊടിയൊക്കെ നമ്മൾ തുണിയും കൊണ്ടൊന്നിങ്ങനെ തുടച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ല പറഞ്ഞാൽ പത്തിരീൻ്റെ നിറം മാറും. നിറം മാറാണ്ട് കിട്ടിയാൽ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അത് ലാസ്റ്റ് ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ടാ. എല്ലാ പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പത്തിരിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു തട്ടിൽ വലിയൊരു തട്ടിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ എല്ലാ പത്തിരിയും ചുട്ട് കഴിഞ്ഞ് പിന്നെ ഇത് മോള് ഷമാം ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. അവൾ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഒക്കെ ജ്യൂസൊക്കെ അടിക്കുകയാണ്. ഇത് അവൾ കഴിക്കില്ല. എനിക്ക് മാത്രമായിട്ട് അവൾ ചെയ്തതാണ് കേട്ടോ. എനിക്ക് മാത്രമായിട്ട് പിന്നെ ഒരു പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ എന്താ പറയുക സർബത്ത്. പിന്നെ ഒരു മുന്തിരി തോല് കളഞ്ഞിട്ട് അവൾ വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ തണ്ണിമത്തനുണ്ട്. പിന്നെ പപ്സ് ഉണ്ട്. ഇത് അപ്പുറത്തെ വീട്ടുകാർ തന്നതാണ് കേട്ടോ പപ്സ്. പിന്നെ സമൂസ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അതാ പത്തിരിയും ഗ്രീൻ പീസ് കറിയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കഴിക്കും. ഒരു പത്തിരിയെങ്കിലും ബാങ്ക് കൊടുത്തതും അവൾ കഴിക്കും കേട്ടോ. താങ്ക് യു.